എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 34 ശ്ലോകം 26, 27, 28, 29, 30, 31, 32 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 34-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോ രാമകൃഷ്ണന്മാര് നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ സ്വരം ആലപിച്ചുകൊണ്ടിരിക്കണം. സ്ത്രീകളെല്ലാവരും അത് കേട്ടിട്ട് ഭഗവാന്മാരുടെ പാട്ട് കേട്ടിട്ട് അവരിങ്ങനെ അതിൽ ലയിച്ച് അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോണതോ തലമുടി അഴിഞ്ഞു പോണതോ ഒന്നും അവരറിയണില്ല. അവരതിലിങ്ങനെ ലയിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ആനന്ദം. നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെയല്ല അതിൽ ലയിച്ചു. അപ്പൊ പിന്നെ ഈ രാമകൃഷ്ണന്മാരുടെ ആ ഗാനാലാപനം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഭാവനയിൽ ചിന്തിച്ചു നോക്കാം അല്ലേ. അത് എത്ര അസാധ്യമായിരിക്കും അത്. അങ്ങനെ ആ സമയത്താണ് ശംഖചൂഡൻ എന്നുള്ള ആ കുബേരന്റെ ഭൃത്യൻ, ഒരു ദുഷ്ടനായിട്ടുള്ള ഗന്ധർവൻ വരികയാണ് ഇവരെ മോഷ്ടിക്കാനായിട്ട്, സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് വരുന്നു. രാമകൃഷ്ണന്മാരെ ആൾക്ക് അറിയില്ല, അതുകൊണ്ടല്ലേ അല്ലെ, ഭഗവാന്മാരുടെ മഹാത്മ്യം അറിയാതെ വരണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. തയോർനിരീക്ഷതോ രാജൻ തന്നാഥം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശുദീച്ചാം അശങ്കിത. ശ്രീ ശിവപ്രമർഷി പറയണു, ഹേ രാജാവേ, ഭഗവാൻ ചെയ്ത ഈ രാജലീല എന്താണെന്നൊന്ന് കേട്ടോളൂ. രാമകൃഷ്ണന്മാര് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അവരെയൊന്നും ഗണിക്കാതെ, അവരിങ്ങനെ ഒരു രണ്ടുപേരും അവിടെ ഉണ്ടെന്നുള്ളത് പോലും ഗണിക്കാതെ ആ ഗോപസ്ത്രീകളെ ഈ ശംഖചൂഡൻ വടക്ക് ദിക്കിലേക്ക് ബലാത്കാരേണ അപഹരിച്ചുകൊണ്ട് കുറെ സ്ത്രീകളെ അങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. നല്ല ശക്തി ഉണ്ട് ഈ ശംഖചൂഡന്. ഭഗവാന്മാരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവരുടെ നാഥനാരാ? ശ്രീകൃഷ്ണൻ, രാമകൃഷ്ണന്മാരല്ലേ. അവര് ഉറക്ക കരഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാരെ വിളിച്ചു കരഞ്ഞു. അപ്പോഴും പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുപോവാണ് ഈ ശംഖചൂഡൻ. തനിക്ക് നാശം വരാൻ പോകുന്നു എന്ന് ആലോചിക്കാൻ കൂടി അവന് മനസ്സിലുണ്ടായില്ല. അതാണ് അവിവേകികളുടെ യോഗം, സ്വഭാവം അതാണ്. അവൻ മനസ്സിലായില്ല, അവരുടെ മഹാത്മ്യം അറിയാതെ പിന്നാലെ നാശം വരണമെന്ന് ചിന്തിക്കണ പോലുമില്ല. കേമത്തരം കാണിച്ചുകൊണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോവാണ്. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാഗാദസ്യുനാഗ്രസ്താ ഭ്രാതരാവന്വധാവതാം. ഹേ കൃഷ്ണ, ഹേ രാമ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പുലി പിടിച്ചു വലിക്കണ പശുക്കളെ പോലെ ഉറക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപികളെ കണ്ടപ്പോ അവരുടെ പിന്നാലെ രാമനും കൃഷ്ണനും ഓടി. ആപത്തില് അകപ്പെട്ട ആരും ഉറക്ക വിളിച്ചു കരഞ്ഞാലും അവരെ രക്ഷിക്കാൻ, അവരെ എല്ലാം രക്ഷിക്കുന്ന ഭഗവാന്മാരായ രാമകൃഷ്ണന്മാര് ആ അബലകളായ ഗോപികളുടെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് പറ്റുമോ? പിന്നാലെ ഓടി. മാ ഭൈഷ്ടേത്യഭയാരാവോ ശാലഹസ്തൗ തരസ്വിനൗ ആസേദുസ്തം തരസാ ത്വരിതം ഗുഹ്യഗാധമം. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ, ഞങ്ങൾ വരണ്ടേ രക്ഷിക്കാൻ, പേടിക്കണ്ട കേട്ടോ എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രാമനും കൃഷ്ണന്മാരും അവര് പിന്നാലെ ഓടണത്. ബലരാമേട്ടൻ ഒരു വൃക്ഷം കണ്ട് പുഴക്കെടുത്തു. അപ്പൊ അത് കണ്ടിട്ട് കൃഷ്ണനും അതുപോലെ തന്നെ ഒരു വൃക്ഷത്തെ പുഴക്കെടുത്തുകൊണ്ട് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് അവര് ഓടണം. അങ്ങനെയുള്ള ആ ദുഷ്ടന്റെ അടുത്തേക്ക് ബലശാലികളായ രാമകൃഷ്ണന്മാര് അതിശീഘ്രം പ്രവേശിച്ചു. ആസേദുസ്തം തരസാ ത്വരിതം സവീക്ഷ്യതാവനുപ്രാപ്തൗ കാലമൃത്യുവോ ദ്വിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢ പ്രാദ്രവൽ ജീവിതേച്ഛയാ. ഇത് കണ്ടില്ലേ, മനസ്സിലായി ഇത് ഇവര് സാധാരണക്കാരല്ലാന്ന് അവരുടെ വരവ് കണ്ടപ്പോ ശംഖചൂഡന് തോന്നി. രണ്ടുപേര് വരണതിനെ പറ്റി പറയാ. തടുക്കാൻ കഴിയാത്ത മരണസമയവും അന്തകനും എന്ന പോലെ പിന്നാലെ വരുന്ന മഹാവീരന്മാരായ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ വല്ലാതെ ഭയപ്പെട്ടു. അപ്പൊ അതേവരെ ചിന്തിച്ചില്ല. വല്ലാത്ത ഭയം തോന്നി. അങ്ങനെ അമൂഢനായ ശംഖചൂഡൻ
അപ്പൊ തന്നെ ആ സ്ത്രീകളെയൊക്കെ അങ്ങോട്ട് വിട്ടു. ഇനി ജീവൻ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളെ അവിടെ ഇട്ടിട്ട് ഓടി കുതിച്ചു പാഞ്ഞു എന്നാ പറയണത്. അപ്പോഴാ രാമകൃഷ്ണന്മാര് പിന്നാലെ ഓടി അല്ലേ. ത്വമന്വധാവൽ ഗോവിന്ദോ എത്ര എത്ര സധാവതി ദിഹീർഷുത്തൽ ശിരോരത്നം തസ്ഥൗ രക്ഷൻ സ്ത്രീയോ ബല. ആ ശംഖചൂടന്റെ ശിരസില് ഒരു രത്നമുണ്ട്, അത് അപഹരിക്കണം എന്നുള്ള താല്പര്യത്തോടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവന്റെ പിന്നാലോടി. സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട് ബലരാമൻ ആ സ്ഥലത്ത് തന്നെ നിന്നു. ഭഗവാൻ അവന്റെ പിന്നാലോടി. അവിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മന ജഹാരമുഷ്ടിനൈവാംഗ സഹചൂടാമണിം വിഭു. എല്ലാറ്റിനും സമർത്ഥനായിരിക്കുന്ന ശ്രീ ഗോവിന്ദൻ സ്ത്രീകളെ അപഹരിച്ചത് കൊണ്ട് അതിദുഷ്ടനായിരിക്കുന്ന ആ ശംഖചൂടന്റെ സമീപത്ത് ഓടിയെത്തിയ ഉടനെ തന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ ശിരസ്സറുത്ത് അതിലുള്ള ആ ശിരസ് രത്നം അപഹരിച്ചു. ഓടുന്നവനെ സംഹരിക്കണത് ശരിയല്ല എന്ന് ധർമ്മശാസ്ത്രം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ദുഷ്ടന്മാരെ കൊല്ലണതില് അധർമ്മമില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദുരാത്മന തസ്യ ദുരാത്മന. ദുരാത്മനാണ്, അത്രയും ദുഷ്ടനാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവനെ കൊല്ലാം. ശംഖചൂഡം നിഹത്തൈവം മണിമാദായ ഭാസ്വരം അഗ്രജായാദദാൽ പ്രീത്യ പശ്യന്തീനാം ച യോഷിതാം. ഇങ്ങനെ ഭഗവാൻ ശംഖചൂഡനെ സംഹരിച്ച് അവന്റെ ശിരസിൽ നിന്ന് ഏറ്റവും പ്രകാശമുള്ള രത്നം എടുത്തു. എന്നിട്ട് ജ്യേഷ്ഠന്റെ അടുത്ത് ചെന്നിട്ട് ഇതാ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ആ രത്നം ഗോപികള് കാണെ ജ്യേഷ്ഠന് കൊടുത്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ രത്നം കണ്ടപ്പോ എല്ലാവർക്കും മോഹമായി. അത് എനിക്ക് തരും കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഓരോരുത്തരും മോഹിച്ചിരിക്കായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മറ്റുള്ള ആൾക്ക് വിഷമാവില്ലേ. അപ്പൊ അത് വേണ്ട, ഇതിനെല്ലാം ആ തങ്ങളെ രക്ഷിച്ചു നിന്ന ആ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമേട്ടനാണല്ലോ അവര് സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നത്. അതുകൊണ്ടല്ലേ ഭഗവാൻ രത്നം എടുക്കാനും ഓടിയത്. അങ്ങനെ തങ്ങളെ രക്ഷിച്ചു നിന്ന ജ്യേഷ്ഠനായ ബലരാമന് കൊടുത്തു. അപ്പൊ സ്ത്രീകൾക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശംഖചൂഡവധോ നാമ ചതുസ്ത്രിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.